വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അതെ, നമ്മൾ ഇന്ന് എടുക്കാൻ പോകുന്ന വീഡിയോ എന്ന് പറഞ്ഞത് ന്യൂ ഇയർ ഫ്രണ്ടിനെ തെരഞ്ഞെടുക്കുകയാണ്. ഇത് ഡിസംബർ 31 അപ്പൊ നമ്മൾ ന്യൂ ഇയർ ഫ്രണ്ടിനെ തെരഞ്ഞെടുക്കാൻ പോവാണ്. അതാണ് ഇന്നത്തെ നമ്മുടെ വ്ളോഗ്. അപ്പൊ നമ്മള് സീക്രട്ട് സാന്റയെ നമ്മൾ ഇന്ന് തെരഞ്ഞെടുക്കാൻ പോവാണ്. ഇതൊക്കെ എന്റെ ഫ്രണ്ട്സ് ആണ്, എന്റെ ക്ലാസ്മേറ്റ്സ് ആണ് ഇവരൊക്കെ. ഇവളെ അറിയായിരിക്കും എല്ലാവർക്കും. ആഷ്ലി, ഇത് അപർണ, അപ്പു എന്നാണ് ഞങ്ങൾ വിളിക്കുന്നത്. ഇത് കൊച്ചുവിനെ പിന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും, എന്റെ അൺബോക്സിംഗ് വീഡിയോയിലുണ്ടായിരുന്നു. ഇത് നന്ദു, ഇത് ശ്രീലക്ഷ്മി. അപ്പൊ ഇത്രയും പേരാണ് ഇവിടെ ഉള്ളത്. ഇത് നമ്മുടെ ക്യാമറാമാൻ ഗോപികയാണ്. ഗോപിക്ക് വരാൻ താല്പര്യമില്ലാത്തൊരു ക്യാമറയുടെ പുറകിലിരിക്കുകയാണ്. അപ്പൊ നമുക്കിത് തെരഞ്ഞെടുക്കാം. ഇതെന്തോ സംഭവം അപ്പു പറയും. ന്യൂ ഇയർ കഴിഞ്ഞിട്ടാണ് നമ്മള് സീക്രട്ട് സാന്റയെ തെരഞ്ഞെടുക്കണത്. കാരണം നമുക്ക് എക്സാം ഒക്കെ ആണ്. നമ്മുടെ യൂണിവേഴ്സിറ്റിയുടെ വളരെയധികം സ്നേഹം കൊണ്ട് നമ്മള് ന്യൂ ഇയർ കഴിഞ്ഞതിന് ശേഷമാണ് നമ്മള് സീക്രട്ട് സാന്റ എടുക്കുന്നത്. നമുക്ക് എപ്പോഴാണെങ്കിലും എടുക്കാമല്ലോ. ഗിഫ്റ്റിംഗ് നമുക്ക് എപ്പോ വേണമെങ്കിൽ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്. അപ്പൊ നമ്മൾ ഇത്രയും പേരുടെ പേര് എഴുതിയിട്ടുണ്ട്. അത് ഇതേപോലെ ഇങ്ങനെ കുഞ്ഞി കുഞ്ഞി കഷ്ണങ്ങളിലാക്കി വെച്ചിട്ടുണ്ട്. അപ്പൊ നമുക്കിതിപ്പോ കുലുക്കിയിട്ട് കാണിച്ചു കൊടുക്കുക. ഇതാണ് നമ്മൾ 6 പേരാണുള്ള 6 എഴുതി വെച്ചിട്ടുണ്ട്. ആദ്യമേ പറയാം, ആർക്കും സ്വന്തമായിട്ട് കിട്ടാതിരിക്കാൻ പ്രാർത്ഥിക്കാം. അഥവാ ആർക്കെങ്കിലും സ്വന്തം പേര് കിട്ടുവാണെങ്കിൽ ഒന്നും കൂടെ ഫുള്ള് കുലുക്കിയിടും. അതെ അതെ, അത് ചേഞ്ച് ചെയ്യണ പരിപാടി മൊത്തത്തിൽ. എടുത്തോ. എല്ലാരും എടുക്കുന്നത് കാണിക്കണേ. നീ കൊച്ചു വെച്ചു. ഈ ലാസ്റ്റ് എല്ലാരും സൂക്ഷിച്ച് വേണം തുറന്നു നോക്കാൻ. ഈ രഹസ്യം നമ്മളോടൊപ്പം മണ്ണടിക്കട്ടെ. അതെ, ഇത് ഞാൻ നോക്കി എല്ലാവർക്കും കാണാമല്ലോ. നീ കൊത്തിപ്പിടി നോക്ക്. എല്ലാരും കണ്ണടക്കി. ഞാൻ എന്ത് നോക്കട്ടെ. കണ്ണ് പുറയിലടിക്കുന്നത് നോക്കണം. പുറയില് അടയ്ക്കൂല. അടയ്ക്കണം. എല്ലാരും അടക്കണം. ക്യാമറ നോക്കി. എല്ലാരും അടച്ചോ? എല്ലാരും അടച്ചു. ആഷ്ലി, ഓക്കെ. സ്വന്തം പേരാർക്കും കിട്ടിയില്ല. എല്ലാവർക്കും അവനവന്റെ പേര് കിട്ടിയിട്ടുണ്ട്. അവനവന്റെ ആൾക്കാരുടെ പേര്. അതെ, എനിക്കും കിട്ടിയിട്ടുണ്ട്. എന്റെ സീക്രട്ട് സാന്റ. അപ്പൊ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഇത് വേണ്ടവർക്ക് സൂക്ഷിച്ചു വെക്കാം, അല്ലാത്തവർക്ക് ഇത് നശിപ്പിച്ച് കളയാം. അതെ, വേണ്ടവർക്ക് സൂക്ഷിക്കാം, വേണ്ടാത്തവർക്ക് നശിപ്പിച്ച് അല്ലെങ്കിൽ എല്ലാരും ഇതെന്റെ ഗിഫ്റ്റ്. അല്ലെങ്കിൽ എല്ലാരും ഇതിനകത്ത് തന്നെ ഇട്ടല്ലേ എല്ലാരും ഇട്ടോ. ഇട് ഞാൻ കൊണ്ട് കളഞ്ഞോളാം. ഇട് ഇട്ടു ഞങ്ങൾക്ക് ഇട്ടു. ഇത് പലതായിട്ടാ മടക്കി. സെറ്റ്. അപ്പൊ നമ്മള് സീക്രട്ട് സാന്റയെ ഇട്ടാണ്. ഇനി ഇത് ഞങ്ങളുടെ സെംബ്രേക്കിന് ശേഷം ഞങ്ങൾ വീട്ടിൽ നിന്ന് വരുമ്പോൾ. അതെ, ഇനി നമുക്ക് എക്സാം കഴിഞ്ഞിട്ട് ലീവ് ഉണ്ട്. ലീവ് കഴിഞ്ഞിട്ട് വരുമ്പോഴേ പറയട്ടെ. നമുക്ക് സെംബ്രേക്ക് ഉണ്ട്. സെംബ്രേക്ക് കഴിഞ്ഞിട്ട് വരുന്ന ലീവ് കഴിഞ്ഞിട്ട് വരുമ്പോഴാണ് നമ്മൾ ഈ ഗിഫ്റ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കുന്നത്. അതുവരെ ഇതെല്ലാരും സൂക്ഷിച്ചു വെക്കണം. അതായത് കറക്റ്റ് ആയിട്ട് പറയുകയാണെങ്കിൽ എല്ലാവരും വന്നു കഴിഞ്ഞാൽ ആയിരിക്കും ഇടുന്നത്. പക്ഷെ ജനുവരി 22. അതെ, ഇത്രയും പേരേ ഉള്ളു. വേറെ ആർക്കും കൊടുക്കാൻ പറ്റത്തില്ലല്ലോ. അപ്പൊ ഇതിന്റെ ലിമിറ്റ് എന്തുവാന്ന് ഇപ്പൊ തീരുമാനിക്കാം. എത്ര രൂപയുടെ ലിമിറ്റ് ആണ്? എനിക്ക് ഒത്തിരി സാധനം അല്ല, അവനവന്റെ ഇഷ്ടത്തിന് മേടിച്ചു കൊടുക്കട്ടെ. അല്ല, ലിമിറ്റ് ഉണ്ട്. പക്ഷെ ഇപ്പൊ ഒരു 100, 150, 200 രൂപയുടെ ഉള്ളില് ലിമിറ്റ് ഒരാളല്ലേ ഉള്ളൂ. മറ്റത് ഞങ്ങള് ഗിഫ്റ്റ് എക്സ്ചേഞ്ച് ചെയ്യുന്ന പരിപാടിയാണ് പ്ലാൻ ചെയ്തത്. പക്ഷെ അത് ഞങ്ങൾ വിചാരിച്ചു അതിലൊരു ത്രില്ലില്ല. ഇതാകുമ്പോ നമുക്ക് അത് പിന്നെ എല്ലാവർക്കും ഗിഫ്റ്റ് കിട്ടുന്ന ഒരു പ്രതീക്ഷ ഉണ്ടാവും. ഇതാകുമ്പോ നമുക്ക് ആരെ കിട്ടുന്നതെന്ന് നമുക്കറിയില്ല. അതുകൊണ്ട് നമുക്ക് ഈ പരിപാടിയിൽ ഒരു 200 രൂപ ബഡ്ജറ്റ് വെക്കാം. ഇനി അതിൽ കൂടുതൽ കൊടുക്കണമെന്ന് ആഗ്രഹമുള്ളവർ കൊടുത്തോളൂ. വേണ്ട, അത് വേണ്ട. അപ്പൊ പിന്നെ ഞാൻ പറയട്ടെ, കുറച്ച് പേർക്ക് നല്ല ഇതും കിട്ടും. കുറച്ച് പേർക്ക് ഇപ്പൊ ഞാൻ പള്ളിയിലൊക്കെ ഇടുമ്പോഴാണെങ്കിൽ ഞാനൊക്കെ ഒത്തിരി നല്ല ഗിഫ്റ്റ് മേടിച്ചിട്ട് പോകും. എനിക്ക് എന്നിട്ട് അങ്ങനെയൊക്കെയാ കിട്ടാറ്. അപ്പൊ ബെഡ്ഷീറ്റ് ഒക്കെ കിട്ടും. അപ്പൊ അങ്ങനത്തെയൊക്കെ ഒഴിവാക്കാൻ വേണ്ടിട്ട് ഒരു ലിമിറ്റ് 200 നമ്മുടെ ലിമിറ്റ്. 200 ലിമിറ്റ് പറയട്ടെ. 200 ലിമിറ്റ്. അതില് 100 കുറയാനും പാടില്ല, 200 കൂടാനും പാടില്ല. അതാണ് നമ്മുടെ ലിമിറ്റ്. എനിക്ക് 500 ആയാലും കുഴപ്പമില്ല. കറക്റ്റ് ആയിട്ടുള്ള പ്രൈസിന് വേണം ബില്ല് കൊണ്ടുവരണം.
അപ്പൊ ആശ്രയം കൊടുക്കണം എന്നെ കൊച്ചിനാണ് കൊടുക്കണം. അല്ല പ്രഡിക്റ്റ് ചെയ്യാം. ആർക്കാരെയാ കിട്ടിയത് പ്രഡിക്റ്റ് ചെയ്യാം. അവിടെ തുടങ്ങി എപ്പോഴും ശ്രീലക്ഷ്മി പറ, ശ്രീലക്ഷ്മി ആർക്കായിരിക്കും നിനക്ക് കിട്ടിയെന്ന് പറയല്ലേ? എന്നെ ആർക്ക് കിട്ടിയതാ? മുഖം നോക്കിട്ട് നിനക്ക് കിട്ടും. എനിക്കറിയാം. ഒരിക്കലും ഇല്ല. അപ്പൂന് ഓക്കെ, ഈ പ്രഡിക്റ്റ് ശരിയാണോ തെറ്റാണോ നമുക്ക് കാണാം. ഇനി അടുത്ത നന്ദു പറ. തെറ്റാതെ എനിക്ക് നന്ദു പറ. എനിക്ക് നോക്കട്ടെ. അവർക്കെല്ലാം മനസ്സിലാ. പിന്നെ പറയൂ ഇപ്പൊ ഞാൻ ആരെയാ കിട്ടിയത്? എന്നെ ആർക്ക് കിട്ടിയതാ? അവിടെ അത് പറയാം. എന്നെ ആർക്ക് കിട്ടിയതാ? എനിക്കല്ല. അതാ എന്റെ പേര് കിട്ടിയത് എനിക്ക് തോന്നുന്നത്. ചോദിക്കാതെ തോന്നുന്നേ. ഓക്കെ, ശരി. യേശുവിന് പറഞ്ഞോട്ടെ എന്റെ മുഖത്ത് മാത്രമുള്ള കള്ളലക്ഷണം. അപ്പൊ എനിക്ക് പറയട്ടെ, അപ്പൊ എല്ലാരും എനിക്കാണോ കിട്ടിയത്? ആശ്ലി പറ. ഇവൻ കണ്ടോ? നന്ദു ഓക്കെ. അതിനൊപ്പം പറ. എന്നെ കിട്ടിയതോ? എന്നെ കിട്ടിയത് ആശ്രയ്ക്ക് 5 പേര്. ഈശ്വര എല്ലാവരും പേടിയാണ്. ചിരിക്കാതിരിക്കുന്ന ആൾക്ക് അവർക്ക് കിട്ടിയ മനപ്പൂർവ്വം ഞാൻ പറഞ്ഞ ആശ്ലിക്കായിരിക്കും എന്നെ കിട്ടിയത്. ആശ്ലിയുടെ പേര് ആദ്യമായിട്ട് പറഞ്ഞൊരു സന്തോഷമാണ്. എന്നെ പറഞ്ഞില്ലല്ലോ. എന്നെ കിട്ടിയത്. ശ്രീലക്ഷ്മിയുടെ മോളെ കണ്ടിട്ട് ആരാന്ന് പോലും പറയാൻ പറ്റില്ല. എനിക്ക് ഞാനോ? നിന്നെ ആർക്കായിരിക്കും കിട്ടിയതെന്ന് എന്റെ ഒരു ഗസ്. അതെ. അവർക്ക് 5 പേരും ഉണ്ട്. കാളോടി എനിക്കാടി കണ്ണിലോട്ട് നോക്കി കളിക്കുന്ന അല്ലടി എനിക്ക് എന്നെയാ കിട്ടിയ. അതെ. നന്ദുവിനെ ശ്രീലക്ഷ്മി കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല. കണ്ടുപിടിക്കാൻ പറ്റൂല. അങ്ങനെ ഇരിക്കണം പറ്റുന്നില്ല. ജന്മനെ കള്ളത്തിയ. അപർണനെ പിന്നെ അതൊരു കഴിവാ കണ്ടുപിടിക്കാൻ. എനിക്ക് തോന്നുന്നു അപ്പൂനാ കിട്ടിയതെന്ന്. തൊട്ടെ തൊട്ടെ വല്ലാണ്ട് ലോങ് ആയിപ്പോ വ്ലോഗ്. ഞാൻ ആലോചിച്ച് മനസ്സിലായി. ലോങ് ആയിപ്പോ ലോകമായി പോത്തല്ലേ? അതുപോലും ആയി കാണത്തില്ല. 20 മിനിറ്റ് പോലും ആയി കാണത്തില്ല. 9 മിനിറ്റ് ആയതേ ഉള്ളൂ. 9 മിനിറ്റ് ആയതേ ഉള്ളൂ. ഇനിയിപ്പോ നമുക്ക് എന്താണ് നിങ്ങൾ ഗസ് ചെയ്യും. നിങ്ങൾ ഗസ് ചെയ്യൂ ആർക്ക് അതെ, ആർക്ക് ആരെയാ കിട്ടിയെന്ന് കമന്റ് ബോക്സിൽ നിങ്ങൾ ഗസ് ചെയ്യണം. അപ്പൊ ഇനി ഇതിന്റെ ബാക്കി നമ്മൾ അതോ പാർട്ട് 1 ആയിട്ട് ഇടണം? ഇത് പാട്ട് വണ്ണായിട്ട് അപ്ലോഡ് ചെയ്യാം. അപ്പൊ കുറച്ചുകൂടെ കാര്യങ്ങൾ. ഇനിയിപ്പോ നമ്മൾ ഇതിനകത്ത് ചോദിക്കാൻ പോകുന്നത് നമ്മുടെ ലൈഫിൽ, അതായത് 2025 ജനുവരി തൊട്ട് ഡിസംബർ വരെ നടന്നതിൽ 2 നല്ല കാര്യങ്ങളും നമുക്ക് ഇഷ്ടമില്ലാത്ത നമ്മൾ സങ്കടപ്പെടുത്തിയ 2 കാര്യങ്ങളും എന്തൊക്കെയാണെന്നാണ് പറയാൻ പോകുന്നത്. അപ്പൊ ആദ്യം പറയാൻ പോകുന്നത് കൊച്ചുവാണ്. സീരിയസ് ആണ് എല്ലാരും. ബി സീരിയസ്. ഗൈസ്, എന്റെ ലൈഫില് നല്ല കാര്യം എന്ന് വെച്ചാൽ എനിക്ക് ആദ്യമായിട്ടൊരു നല്ലൊരു പെറ്റിനെ വാങ്ങണമെന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു. പൂച്ചയാണ്, അവളുടെ പേര് ലൂസി എന്നാ കേട്ടോ. എന്റെ ഇൻസ്റ്റഗ്രാം ID കയറി നോക്കാനാണെങ്കിൽ എല്ലാവർക്കും അവളെ കാണാൻ പറ്റും. ഡിസ്ക്രിപ്ഷൻ അത് ബോക്സിൽ കഴിഞ്ഞ് കൊടുക്കണം. എനിക്ക് ചീത്ത കാര്യം എന്ന് പറയാനാണെങ്കിൽ എന്റെ അമ്മയ്ക്ക് ഒരു കയ്യിൽ ഓപ്പറേഷൻ നടന്നായിരുന്നു. എനിക്കത് ഭയങ്കരമായിട്ട് ഉൾക്കൊള്ളാൻ പറ്റും. കാരണം ഞാൻ ജനിച്ചതിന് ശേഷം ഇങ്ങനെ അമ്മയ്ക്ക് അങ്ങനെ വയ്യാണ്ട് വന്നൊന്നും ഞാൻ കണ്ടിട്ടില്ല. ആദ്യമായിട്ട് ഇങ്ങനെ ഒരു ഇൻസിഡന്റ്. അതുകൊണ്ട് എനിക്ക് അതൊരു മോശ കാര്യമായിട്ട് ഫീൽ ആയി. അത്രേ ഉള്ളൂ. അടുത്ത് വരുന്നതായിരിക്കും. അടുത്തായിട്ട് പറയാൻ പോകുന്നത് ആശ്ലിയാണേ. ക്യാമറ ചെയ്യാം. അല്ല ക്യാമറ ചെയ്യൊന്നുമല്ല. നല്ല കാര്യം. പണ്ട് കാര്യം പറയാം. നല്ല നല്ല കാര്യം. കൊറേ ഗിഫ്റ്റ് കിട്ടി അൺഎക്സ്പെക്ടഡ് ആയിട്ട്. അതെ, അത് നല്ല കാര്യം. പിന്നെ എന്റെ ഫാമിലി 2 പേരും മരിച്ചുപോയി. അത് സങ്കടമുള്ള കാര്യം. ഇനി അടുത്ത അപ്പു പറയും. ഈ വർഷം കുറെ നല്ല കാര്യങ്ങളും കുറെ ചീത്ത കാര്യങ്ങളുണ്ട്. പക്ഷെ പെട്ടെന്ന് എനിക്ക് ഓർമ്മ വരുന്നത്
എനിക്ക് ഈ വർഷം കുറെ അസുഖങ്ങൾ വന്നിട്ടുണ്ട്. അസുഖങ്ങൾ വന്നത് കൊണ്ട് നാട്ടിൽ പോകാൻ പറ്റിയതാണ് എന്റെ നല്ല കാര്യം. കാരണം ഹോസ്റ്റലിൽ നിന്ന് വിട്ട് നിൽക്കാൻ പറ്റിയല്ലോ. വീട്ടിൽ പോയിട്ട് വയ്യാണ്ടിരിക്കുമ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ വീട്ടിലിരിക്കാണല്ലോ നമ്മൾ ആഗ്രഹിക്കുക. അപ്പോൾ വീട്ടിൽ പോകാൻ പറ്റി. ഇനി ചീത്തക്കാരി എന്ന് പറഞ്ഞാലും അത് തന്നെ വയ്യാണ്ട് വന്നത്. വയ്യാണ്ട് വന്നത് സങ്കടമുണ്ട്. പക്ഷെ അത് വഴി വീട്ടിൽ പോയാൻ പറ്റിയത് നല്ല കാര്യം. അത് രണ്ടും ഒരു നാണയത്തിന്റെ രണ്ട് സൈഡ് പോലെ. അതെ. ഇനി ശ്രീലക്ഷ്മി പറയും. നല്ല കാര്യം എന്ന് പറയുന്നത് എനിക്ക് കുറച്ച് ഗിഫ്റ്റും പിന്നെ എന്റെ സ്വന്തമായിട്ട് എനിക്കൊരു വസ്തു എന്റെ പേരിലായിട്ട് എനിക്ക് കിട്ടിയിട്ടുണ്ട്. പിന്നെ ചീത്തക്കാരി എന്ന് പറയുമ്പോ പിന്നെ കുറച്ച് ഹോസ്പിറ്റൽ കേസൊക്കെ എന്റെ അച്ഛന്റെ ആണെങ്കിലും അമ്മയുടെ ആണെങ്കിലും കുറച്ച് അതിനുവേണ്ടി കുറച്ച് ഓടിയിട്ടുണ്ട്. അത് ഇച്ചിരി ഒരു പ്രശ്നമായിരുന്നു, സങ്കടമായിരുന്നു. ഇനി നന്ദു പറയുവേ. എന്റെ നല്ല കാര്യം എന്ന് പറഞ്ഞാല് കൊറേ നാളുകൾക്ക് ശേഷം എന്റെ വീട്ടിന്ന് എനിക്ക് ബർത്ത്ഡേക്ക് ഒരു ഗിഫ്റ്റ് കിട്ടിയതാണ് മോതിരം റിങ്. പിന്നെ അതുപോലെ കൊറേ സർപ്രൈസ് ഗിഫ്റ്റ് ഒക്കെ കിട്ടി. നമുക്ക് മേടിക്കാവുന്നതാണ് നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ. അതെ. പിന്നെ ചീത്തക്കാരെന്ന് പറഞ്ഞാല് എന്താ പറയാ ഫിനാൻഷ്യൽ പ്രോബ്ലംസും പിന്നെ കുറെ ഹോസ്പിറ്റൽ കേസൊക്കെ വന്നു. അതെ, നമ്മള് മെയിൻ ആയിട്ടും സങ്കടപ്പെടുന്നത് കുറെ അസുഖങ്ങളൊക്കെ വന്നു. രോഗങ്ങളൊക്കെയാണ്. അതെ. ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ എനിക്ക് ഫോൺ മേടിക്കാൻ പറ്റി. ഞാൻ ഫോൺ മേടിച്ചു. അതാണ് എനിക്ക് നടന്ന നല്ലൊരു കാര്യം. പിന്നെ രണ്ടാമത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ ഞാൻ യൂട്യൂബ് ചാനൽ തുടങ്ങി. ഞാൻ ഈ വർഷമാണ് തുടങ്ങിയത്. അങ്ങനെയാണ് നമ്മളിപ്പോ വീഡിയോസ് ഒക്കെ ഇടുന്നത്. അതിലാണ് നമ്മളിപ്പോ വീഡിയോസ് ഒക്കെ ഇടുന്നത്. അതാണ് എന്റെ ലൈഫിൽ ഈ വർഷം സംഭവിച്ച രണ്ട് നല്ല കാര്യങ്ങൾ. പിന്നെ ചീത്ത കാര്യങ്ങൾ എന്തുവാന്ന് ചോദിക്കുമ്പോ കൊറേ നല്ല ഫ്രണ്ട്സ് ഒക്കെ ഉണ്ടായിരുന്നു. അവരെല്ലാം തല്ലിപ്പിരിഞ്ഞു പോയി. അത് സ്വാഭാവികമാണ്. അതാണ് ഒരു പറയാൻ മടിക്കുന്നത് അവള് ഓപ്പൺ ആയിട്ട് പറഞ്ഞു. എല്ലാരും പറയാൻ എല്ലാവരുടെ ലൈഫിൽ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ അത് അവള് ഓപ്പൺ ആയിട്ട് പറഞ്ഞു. അത് അവളുടെ നല്ലൊരു സബ്സ്ക്രൈബേഴ്സേ ഉള്ളു. അവർക്കെല്ലാം അറിയാം. ആഷ്ലിയാണ് പറഞ്ഞത്. അത് ഒന്നാമത്തെ കാര്യം. അല്ലെങ്കിൽ ഇങ്ങനെ ആണല്ലോ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നവരിത് കാണത്തില്ല. പിന്നെ കഴിച്ചൊരു കാര്യമുണ്ട്. ഞാൻ ഇവരുമായിട്ട് അടിച്ചു പിരിയാറുണ്ട്. അതേപോലെ എന്നെ ഒട്ടാറുമുണ്ട്. അതിനോട് പറയേണ്ട കാര്യം എന്താണെന്ന് എനിക്ക് അറിയത്തില്ല. എന്നാലും ഓക്കെ, അവളുടെ ഇഷ്ടമല്ലേ പറഞ്ഞു. എന്നും പറയാലോ. അങ്ങനെ പറയാം. ഫീൽ ആയാലും ഇപ്പൊ കരയും. അത് ഈ വർഷം ലാസ്റ്റാ. ബിഗ് ബോസിൽ ജിസയിൽ ഔട്ട് ആയതാണ് കൊച്ചിന്റെ സങ്കടം. ഏറ്റവും സങ്കടകരമായ ഇപ്പൊ ഗൈസ് ഇതിന്റെ ബാക്കി കുറച്ചും കൂടെ കാണും. അതായത് നമ്മള് ഗിഫ്റ്റ് കൊടുക്കുന്നത് ചിലപ്പോ ഞാൻ പാർട്ട് 1 ആയിട്ടിടും. അല്ലെന്നുണ്ടെങ്കിൽ ഈ വീഡിയോയിൽ തന്നെ, ഈ വീഡിയോയ്ക്ക് ലെങ്ത് കുറവാണെന്നുണ്ടെങ്കിൽ ഈ വീഡിയോ തന്നെ ആയിരിക്കും പാർട്ട് 2 ഉള്ളത്. പക്ഷേ പാർട്ട് 2 ബൈ കൊടുക്കുക. അടുത്ത പാർട്ടി കാണാം. നെക്സ്റ്റ് പാർട്ടി കാണാം. ബൈ.